മുഴുവൻ പ്രേക്ഷകർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. പ്രധാന വാർത്തകൾ. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയെ അനുസ്മരിച്ച് ലോകം ക്രിസ്മസ് ആഘോഷത്തിൻ്റെ നിറവിൽ. സ്നേഹവും സൗഹൃദവും സമാധാനവും പങ്കുവച്ച നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ കേരളോത്സവം ഡിസംബർ 26 മുതൽ 29 വരെ അമ്പലപ്പുഴയിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിന് വിപുലമായ ഒരുക്കങ്ങൾ. ഡിസംബർ 28-ന് ബീച്ച് ഫെസ്റ്റ് ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം. ചേർത്തല അർത്തുങ്കലിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് പ്രതി പിടിയിൽ. ചേർത്തല തെക്ക് പഞ്ചായത്ത് സ്വദേശി ശ്രീകാന്തിൽ നിന്നും 2 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ കണ്ണൂർ സ്വദേശി 34 വയസ്സുള്ള ഷമാനാണ് അർത്തുങ്കൽ പോലീസിന്റെ പിടിയിലായത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾക്ക് തട്ടിപ്പ് കേസിൽ ബന്ധമുണ്ടെന്ന് പോലീസ്. ചേർത്തല നഗരത്തിലെ അനധികൃത സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കാൻ നഗരസഭാ അധികൃതർ നടപടികൾ ആരംഭിച്ചു. പടയണി പാലത്തിന് തെക്ക് വശത്ത് പ്രവർത്തിച്ചിരുന്ന 5ഓളം സ്ഥാപനങ്ങൾ അനധികൃതമാണെന്ന് ആരോപിച്ച് പൊളിച്ചു നീക്കി. പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടി തുടരുമെന്ന് മുനിസിപ്പൽ സെക്രട്ടറി. വാർത്തകൾ വിശദമായി. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയെ അനുസ്മരിച്ച് ലോകം ക്രിസ്മസ് ആഘോഷത്തിൻ്റെ നിറവിൽ. ശാന്തിയും സമാധാനവും സൗഹൃദവും സന്തോഷവും പങ്കുവച്ച നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടി. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശവുമായി ലോകം ക്രിസ്മസ് ആഘോഷത്തിൻ്റെ നിറവിൽ. കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയെ അനുസ്മരിച്ചാണ് ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ലാളിത്വത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും മഹത്തായ സന്ദേശം ഓർമ്മപ്പെടുത്തിയാണ് കാലിത്തൊഴുത്തിൽ ദൈവപുത്രൻ പിറവിയെടുത്തത്. നക്ഷത്രവിളക്കുകളും പുൽക്കൂടുകളും കേക്കുകളും കരോൾ സംഘങ്ങളും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങൾ. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി നാടെങ്ങുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നുവരുന്നു. വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളാണ് ഒരുക്കിയത്. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്നുള്ള സദ്വാർത്തയുമായി ദൈവപുത്രനായ യേശു മനുഷ്യരെ അവതരിച്ചു. സമാധാനം സ്ഥാപിക്കുന്നവരെ ദൈവപുത്രനെന്ന് യേശു തന്നെ വിശേഷിപ്പിക്കുന്നുവെന്ന് നമുക്ക് പുതുവത്സരത്തിൽ സമാധാനത്തിനായി യത്നിക്കാം. സമൂഹത്തിൻ്റെ ഇടയിൽ, സമുദായങ്ങളിടയിൽ, കുടുംബത്തിൽ എല്ലാം സമാധാനം പരിപാലിക്കുന്നവരായി മാറാം. പരസ്പരം സ്വീകരിക്കുന്നവരും ആദരിക്കുന്നവരും നാം നേരിടുന്ന വെല്ലുവിളികളായ അപരവൽക്കരണവും സാമൂഹ്യ നീതികളെയൊക്കെ ചെറുത്തു തോൽപ്പിക്കുവാൻ സാഹോദര്യത്തിൻ്റെ പുതിയ കൂട്ടായ്മകൾ. മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ടൈം ന്യൂസ് ചേർത്തല. പങ്കുവയ്ക്കലിൻ്റെ സന്ദേശവുമായി ഹരിപ്പാട് ഗാന്ധി ഭവൻ സ്നേഹവീട്ടിലെ ക്രിസ്മസ് ആഘോഷം. ഭിന്നശേഷിക്കാരായ 5 കുട്ടികൾക്ക് സഹായം നൽകിയാണ് ഗാന്ധി ഭവൻ സ്നേഹവീട്ടിലെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. പങ്കുവയ്ക്കലിൻ്റെ സന്ദേശവുമായി ഹരിപ്പാട് ഗാന്ധി ഭവൻ സ്നേഹവീടിൻ്റെ ക്രിസ്മസ് ആഘോഷം. ജീവിതത്തിൻ്റെ വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെട്ട് ഗാന്ധി ഭവനിലെത്തിയ വയോജനങ്ങൾ ആഘോഷങ്ങളൊന്നും ഒഴിവാക്കാറില്ല. ഗാന്ധി ഭവൻ ചെറിയ വീട്ടിൽ ചെറിയ തൊഴിൽ ചെയ്ത് ലഭിക്കുന്ന സമ്പാദ്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് മാതൃക കാട്ടുകയാണിവർ. ഇത്തവണ ഭിന്നശേഷിക്കാരായ 5 കുഞ്ഞുങ്ങൾക്ക് സഹായമൊരുക്കിയാണ് ഗാന്ധി ഭവൻ സ്നേഹവീട് കുടുംബാംഗങ്ങൾ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. സ്നേഹവീട് ഡയറക്ടറും ഗാന്ധി ഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ മുഹമ്മദ് ഷമീർ അന്തേവാസികൾ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആശയങ്ങളും ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നു. പത്തനാപുരം ഗാന്ധി ഭവൻ്റെ ശാഖയായ ഹരിപ്പാട് ആയാപറമ്പ് ഗാന്ധി ഭവൻ സ്നേഹവീട്ടിലെ കുടുംബാംഗങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിരുന്നവർ ആ ഒറ്റപ്പെടലുകളെ അതിജീവിച്ചുകൊണ്ട് ഗാന്ധി ഭവൻ എന്ന കുടുംബത്തിൽ അംഗമായി കടന്നു വന്നവരാണ്. അവർക്കെല്ലാ ആഘോഷങ്ങളും അവർ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്മസ് ആയാലും റംസാനായാലും ഓണമായാലും എല്ലാ ആഘോഷങ്ങളും ഈ പ്രിയപ്പെട്ടവരിവിടെ വളരെ സന്തോഷപൂർവ്വം ഇവിടെ ആഘോഷങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ വർഷത്തെ ക്രിസ്മസിലും അവരെല്ലാം ഇവിടെ പുൽക്കൂടൊരുക്കി ഇവിടെ വലിയ അവരുടെ ആഘോഷങ്ങൾ സന്തോഷം പങ്കുവച്ച് സ്നേഹം പങ്കുവച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഗാന്ധി ഭവനെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ
ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. ആടിയും പാടിയും കണ്ണീരോർമ്മകൾ മറന്നും അവർ ക്രിസ്മസ് സന്ദേശം പങ്കുവച്ചു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇതിനു മുമ്പ് ഗാന്ധി ഭവൻ കുടുംബാംഗമായ ജാനകി അമ്മയ്ക്ക് മറ്റാരുടെയും സഹായമില്ലാതെ അന്തേവാസികൾ ചേർന്ന് സ്വർണ്ണക്കമ്മൽ വാങ്ങി നൽകിയിരുന്നു. ആനാരി പുതുശ്ശേരി LPS സ്കൂളിലേക്ക് കെട്ടിട നിർമ്മാണത്തിനും സഹായം നൽകി. 4 പേർക്ക് ഇതിനോടകം വീൽ ചെയറുകൾ അന്തേവാസികൾ ചേർന്ന് സമ്മാനിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എല്ലാ നഷ്ടപ്പെടലുകളെയും അതിജീവിച്ച് അഭയകേന്ദ്രത്തിൽ കഴിയുന്ന ഇവർക്ക് മറ്റുള്ളവരുടെ വേദനയും ദുഃഖവും മറ്റാരേക്കാളും അറിയാൻ കഴിയും. ചെറിയ സമ്പാദ്യങ്ങൾ ശേഖരിച്ചു വെച്ച് മറ്റൊരാളുടെ വേദന അകറ്റുക എന്ന വലിയ സന്ദേശമാണ് ഇവർ ലോകത്തിന് നൽകുന്നത്. ഈ ക്രിസ്മസ് കാലത്തും ഈ ലക്ഷ്യം അന്വർത്ഥമാവുകയാണ്. ടൈം ന്യൂസ്, കായംകുളം. അമ്പലപ്പുഴ വണ്ടാനം മേരി ക്യൂൻസ് ചർച്ചിലെ ക്രിസ്മസ് ആഘോഷം ശ്രദ്ധേയമായി. KCYMന്റെ നേതൃത്വത്തിൽ റോഡ് ഷോയും ഒരുക്കിയിരുന്നു. H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. വണ്ടാനം മേരി ക്വീൻസ് ചർച്ചിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. KCYMന്റെ നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ റോഡ് ഷോയും ഇതിന്റെ ഭാഗമായി നടന്നു. ചർച്ച് അങ്കണത്തിൽ കേക്ക് മുറിച്ച H. സലാം MLA ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റോഡ് ഷോയുടെ ഫ്ലാഗ് ഓഫും MLA നിർവഹിച്ചു. പള്ളി വികാരി ഫാദർ ജോസഫ് ജെറി വാലയിൽ, പീറ്റർ ജോർജ് വാലയിൽ, പ്രിൻസ് V. കമ്പിയിൽ, സജി തോമസ്, ബെന്നി എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ വടക്ക് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച റോഡ് ഷോ പള്ളിയിൽ സമാപിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ കേരളോത്സവം ഡിസംബർ 26 മുതൽ 29 വരെ നടക്കും. അമ്പലപ്പുഴയിലാണ് കേരളോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിയും മറ്റു ഭാരവാഹികളും പറഞ്ഞു. കേരളോത്സവം 26, 27, 28, 29 തീയതികളിലായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തുകയാണ്. നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായിട്ട് 15 വയസ്സിനും 40 വയസ്സിനും മധ്യേയുള്ള യുവജനങ്ങളുടെ കലാപരവും കായികപരവുമായിട്ടുള്ള കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. അത് ഗ്രാമപഞ്ചായത്ത് തൊട്ട് ബ്ലോക്ക് പഞ്ചായത്ത് തലം വരെയും, ബ്ലോക്ക് പഞ്ചായത്തിന് ശേഷം ജില്ലാ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിന് ശേഷം സംസ്ഥാന തലത്തിൽ, ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 1ാം സ്ഥാനം കിട്ടുന്നവരെയാണ് സംസ്ഥാന തലത്തിലേക്ക് നമ്മൾ അയക്കുന്നത്. കേരളോത്സവത്തിൻ്റെ ഉദ്ഘാടനങ്ങൾ ബഹുമാനായിട്ടുള്ള MLA കേരളോത്സവത്തിൻ്റെ തുടക്കത്തിലുള്ള ഉദ്ഘാടനം നടത്തുകയും സമാപന സമ്മേളനം കേരളത്തിൻ്റെ ആരാധ്യനായുള്ള ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ നടത്തുക. ഈ രീതിയിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിന് വിപുലമായ ഒരുക്കങ്ങൾ. ഡിസംബർ 28 ബീച്ച് ഫെസ്റ്റ് പരിപാടികൾക്ക് തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി PP ചിത്തരഞ്ജൻ MLAയും ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മയും അറിയിച്ചു. ഈ വർഷം വളരെ സന്തോഷകരവും പ്രതീക്ഷാനിർഭരവുമാകട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്. നമ്മുടെ ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ഉണർവും അതോടൊപ്പം തന്നെ ഡിസംബർ മാസം ആലപ്പുഴയ്ക്ക് പൊതുവെ ഉത്സവ കാലഘട്ടം എന്നുള്ള നിലയിൽ ആ ഉത്സവത്തിൻ്റെ എല്ലാ പ്രൗഢിയും ഗാംഭീര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ബീച്ച് ഫെസ്റ്റിവൽ, അത് കലാസാംസ്കാരിക പരിപാടികൾ 28-ാം തീയതി ആരംഭിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് ഫെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇനി മുതൽ ആരംഭിക്കുകയാണ്. ജില്ലാ ഭരണകൂടം, DTPC, ആലപ്പുഴ നഗരസഭ, ഈ 3 മേഖലയിലുള്ളതും ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട കളക്ടർ ചെയർമാനും നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജനറൽ കൺവീനറായിട്ടുള്ള ഒരു സംഘാടക സമിതിക്ക് രൂപം കൊടുത്തത്. മറ്റൊരു വാർത്തയിൽ, അയൽവാസിയായ പെൺകുട്ടിയെ പ്രണയിച്ചതിന് ആലപ്പുഴ ആര്യാട് സ്വദേശിയായ സനോജിനെ കൊലപ്പെടുത്തിയ കേസിലെ 7 പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ്. പെൺകുട്ടിയുടെ പിതാവും സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് ഇരുമ്പുകൂടം കൊണ്ടും വടിവാൾ കൊണ്ടും അടിച്ചും വെട്ടിയും കൊലപ്പെടുത്തിയ കേസിലാണ് ജീവപര്യന്തം കഠിന തടവിനും ₹1,00,000 പിഴയടയ്ക്കാനും ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻ ജഡ്ജ് S. ഭാരതി ശിക്ഷ വിധിച്ചത്. പിഴത്തുകയിൽ ₹5,00,000 സനോജിൻ്റെ മാതാപിതാക്കൾക്ക് നൽകണമെന്നും വിധിയിൽ പറയുന്നു. 2014 ജൂലൈ 4-ാം തീയതിയാണ് കൊലപാതകം നടന്നത്.
ആര്യാട് പഞ്ചായത്ത് 2-ാം വാർഡിൽ കല്ലുച്ചിറ വെളിയിൽ വീട്ടിൽ 29 വയസ്സുള്ള സനോജിനെയാണ് കൊലപ്പെടുത്തിയത്. ആര്യാട് പഞ്ചായത്ത് 2-ാം വാർഡിൽ കല്ലൂച്ചിറയിൽ പ്രശാന്ത് 39, പൊടിയൻ എന്ന് വിളിക്കുന്ന പ്രസാദ് 68, ആലപ്പുഴ തുമ്പോളി വാർഡിൽ ബംഗ്ലാവ് പറമ്പിൽ വീട്ടിൽ കിരൺ 35, ആര്യാട് പഞ്ചായത്ത് 16-ാം വാർഡിൽ കുറുപ്പശ്ശേരി വീട്ടിൽ അജിലാൻ 35, മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 16-ാം വാർഡിൽ മണിമംഗലം വീട്ടിൽ ജോസ് ആൻ്റണി 31, ആര്യാട് പഞ്ചായത്ത് 14-ാം വാർഡിൽ പൊക്കലയിൽ വീട്ടിൽ അപ്പു 31, ആലപ്പുഴ തുമ്പോളി വാർഡിൽ കൊടിവീട് പറമ്പിൽ ഫിൻസ്റ്റൺ നെറ്റോല വിൽസൺ 39 എന്നിവർ ചേർന്നാണ് സനോജിനെ കൊലപ്പെടുത്തിയത്. ആലപ്പുഴ നോർത്ത് പോലീസ് ആദ്യം അന്വേഷണം നടത്തി. തുടർന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിനോദ് പിള്ള അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എസ്.എ. ശ്രീമോൻ, അഡ്വക്കേറ്റ് നാരായൺ ജി, അശോക് നായർ, ദീപ്തി കേശവ് എന്നിവർ ഹാജരായി. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കനാൽ ഫെസ്റ്റിന് വിപുലമായ ഒരുക്കങ്ങൾ. ഡിസംബർ 27 മുതൽ 31 വരെയാണ് കനാൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി നഗരസഭ അധികൃതർ അറിയിച്ചു. കനാൽക്കരയിൽ ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിഞ്ഞു. ഏകദേശം 71 വർഷം പൂർത്തീകരിക്കുകയാണ്. ഇതിനിടയിൽ ചേർത്തലയിൽ കനാൽ ഫെസ്റ്റ് ആദ്യമായിട്ട് നടക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണ്. 24-ാം തീയതി ഇന്ന് തൊട്ട് ദീപപ്രകാശനം നടത്തിക്കൊണ്ട് 30-31 തീയതികളിൽ വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികളോടുകൂടിയാണ് ഇത് അവസാനിക്കുന്നത്. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആദ്യമേ തന്നെ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ഇതിനകത്ത് പങ്കാളികളാകും എന്നുള്ളതായിട്ടുള്ള ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ചേർത്തല നഗരസഭയിൽ നമ്മൾക്ക് ഇതുക്കു മുമ്പും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്കത് നടത്തിപ്പെടുവാനായിട്ട് ഇതുവരെ സാധിച്ചില്ലായിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ളതായിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഫെസ്റ്റിവൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ ചേർത്തലയ്ക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒന്നും സംഭവിച്ചുകൂടാ എന്നുള്ളതായിട്ടുള്ള കാരണത്താൽ തന്നെയാണ് ഞങ്ങളിത്തവണ എല്ലാ കൗൺസിലേഴ്സും അടക്കം അതുപോലെ തന്നെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത്. 27-ാം തീയതി തൊട്ട് നമ്മൾ ഒട്ടനവധി പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആ പരിപാടികളിൽ തന്നെ നമ്മൾ സമ്മാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഈ പരിപാടി വിജയിപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 30-ാം തീയതി നമ്മൾ ബിജു മല്ലാരിയുടേതായിട്ടുള്ള പരിപാടിയും 31-ാം തീയതിയിൽ മെഗാ ഷോ ആയിട്ടുള്ള പരിപാടിയും നടത്തി ന്യൂ ഇയറിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു സംരംഭത്തിലേക്കാണ് തുടങ്ങുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ചേർത്തല നഗരത്തിലെ കനാലുകൾ വീണ്ടെടുക്കുന്നതിനായുള്ള ജനകീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കനാൽ മേള ഒരുക്കുന്നത്. ഡിസംബർ 27 മുതൽ 31 വരെ ചേർത്തല TB കനാലോരത്താണ് പരിപാടികൾ. നഗരസഭയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യാപാരി സമൂഹത്തിൻ്റെയും സംഘടനകളുടെയും സഹകരണത്തിലാണ് ഫെസ്റ്റ് ഒരുക്കുന്നത്. നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന മേള ആകർഷകമാക്കാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. 27-ന് തുടങ്ങി പുതുവത്സരാഘോഷത്തോടെയുള്ള സമാപനമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. എല്ലാ മേഖലയിൽ നിന്നും മേളയുടെ വിജയത്തിനായി വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ മാസം 5000-ഓളം ജനങ്ങളെ അണിനിരത്തി കനാൽ ശുചീകരണം നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് മേള. മേളയുടെ വിളംബരമായി ചൊവ്വാഴ്ച വൈകിട്ട് കനാലിൻ്റെ 5 കിലോമീറ്റർ പരിധിയിൽ ദീപം തെളിച്ചു. വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളും എല്ലാം ദീപം തെളിക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. 26-ന് പന്തൽ കാൽനാട്ടുകർമ്മം നടക്കും. SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടാശൻ നിർവഹിക്കും. 27-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയോടെ മേള തുടങ്ങും. ചേർത്തല ASP ഹരീഷ് ജെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. പ്രച്ഛന്നവേഷ മത്സരം അടക്കം ഘോഷയാത്രയിൽ അണിനിരക്കും. രാത്രി ഫ്യൂഷൻ തിരുവാതിര. 28-ന് വൈകിട്ട് കലാസന്ധ്യ പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. 29-ന് 7-ന് നാടൻപാട്ട് ദൃശ്യാവിഷ്കാരം. 30-ന് വൈകിട്ട് മന്ത്രി P. പ്രസാദ് മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഷെർലി ഭാർഗവൻ അധ്യക്ഷത വഹിക്കും. വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വ്യാപാര വ്യവസായ പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. 31-ന് സമാപനം. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പാപ്പാഞ്ഞി കത്തിക്കൽ, കരിമരുന്ന് പ്രയോഗം, പുതുവത്സര വരവേൽപ്പ്. മേളയുടെ ഭാഗമായി നഗരത്തിലെ കനാലോരവും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം വൈദ്യുതി വിളക്കുകളാൽ അലങ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ TS അജയകുമാർ, സെക്രട്ടറി TK സുജിത്, VT ജോസഫ്, P. ഷാജിമോഹൻ, B. ഫാസി, അഭിലാഷ് മാപ്പറമ്പിൽ, AS സാബു, ശോഭ ജോഷി, G. രഞ്ജിത്ത്, എലിക്കുട്ടി ജോൺ, കൗൺസിലർമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. മറ്റൊരു വാർത്തയിലേക്ക്. ചേർത്തല അർത്തുങ്കലിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതി പിടിയിലായി.
ചേർത്തല തെക്ക് പഞ്ചായത്ത് സ്വദേശി ശ്രീകാന്തിൽ നിന്നും 2 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ കണ്ണൂർ സ്വദേശി ഷമാനാണ് പിടിയിലായത്. 34 വയസ്സായിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഓൺലൈൻ തട്ടിപ്പ് കേസിൽ ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് അർത്തുങ്കൽ പോലീസ് അറിയിച്ചു. മാട്രിമോണിയൽ സൈറ്റിലൂടെ പരിചയപ്പെട്ട യുവതി മുഖേനയാണ് ഷെയർ ട്രേഡിങ്ങിലൂടെ പണം സമ്പാദിക്കാനായി യുവാവ് തട്ടിപ്പുകാരുടെ വലയിൽ വീണത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യിച്ച് ഇന്ത്യൻ രൂപ $US കൺവെർട്ട് ചെയ്ത് തരുന്ന ബ്രോക്കേഴ്സാണ് എന്ന് വിശ്വസിപ്പിച്ച് വിവിധ അക്കൗണ്ടുകളിലേക്ക് യുവാവിൽ നിന്നും പണം വാങ്ങുകയായിരുന്നു. അയച്ച തുകയോ ലാഭമോ ലഭിക്കാതെ വന്നതോടെ യുവാവ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഷമാൻ പിടിയിലായത്. അർത്തുങ്കൽ പോലീസ് ഇൻസ്പെക്ടർ PG മധുവിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം കണ്ണൂരിലെത്തി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചു. കോടികളുടെ ട്രാൻസാക്ഷൻ ടിയാൻ്റെ അക്കൗണ്ടിലൂടെ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായി. ഷമാൻ ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണെന്നും സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു. അർത്തുങ്കൽ SHO PG മധുവിൻ്റെ നേതൃത്വത്തിൽ SI D സജീവ് കുമാർ, ASI AN സുധി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മനു, ശ്യാംലാൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ടൈം ന്യൂസ് ചേർത്തല. മാധ്യമപ്രവർത്തകൻ്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ആലപ്പുഴ പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ നിരവധി മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു. വാർത്തയുടെ പേരിൽ മാധ്യമം ലേഖകൻ അനുരു അശോകന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തിനെതിരെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചു. ജനാധിപത്യത്തെ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി നടക്കുന്ന മാധ്യമവേട്ടയ്ക്കെതിരെ ശക്തമായി ചെറുത്തുനിൽക്കാൻ സമൂഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ പ്രതിഷേധത്തിൽ അണിചേർന്നത്. KUWJ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനമൊട്ടാകെ നടപ്പാക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ആലപ്പുഴ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സമരത്തിൽ KUWJ ജില്ലാ പ്രസിഡന്റ് റോയ് കൊട്ടാരച്ചിറ, വൈസ് പ്രസിഡന്റ് നിഷ മനോഹരൻ, സെക്രട്ടറി രജീഷ് P. രഘുനാഥ് എന്നിവർ സംസാരിച്ചു. വാർത്താ സ്രോതസ്സിനെ വെളിപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഭാവി പ്രത്യാഘാതം എന്താണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം നമ്മുടെ ഹൃദയവികാരം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് KUWJയും അതോടൊപ്പം തന്നെ ആലപ്പുഴ പ്രസ് ക്ലബ്ബും ഈ പ്രതിഷേധ പരിപാടിയെ കാണുന്നത്. ട്രഷറർ സുരേഷ് തോട്ടപ്പള്ളി, അബ്ദുൽ സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ആലപ്പുഴ. പൂച്ചാക്കൽ പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം ID കാർഡ് വിതരണവും ഒരുക്കിയിരുന്നു. പൂച്ചാക്കൽ പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷവും ID കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ക്വാളിറ്റി MD ഡോക്ടർ KV ജോർജ് ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം വെളിയിൽ കാസിൽസ് MD VN ബാബു ID കാർഡുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ക്ലബിൻ്റെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ ജോർജ് സാറിനെ ക്ഷണിക്കുന്നു. അത് നൽകുന്നതിനായി പ്രസ് ക്ലബ് പ്രസിഡന്റ് KJ അഷറഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ലോറൻസ് പെരിങ്ങലത്ത് സ്വാഗതം പറഞ്ഞു. വർഗീസ് കേളംപറമ്പിൽ ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KE കുഞ്ഞുമോൻ, പഞ്ചായത്ത് അംഗം M രജനി, മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് S രാജേഷ്, മുൻ സെക്രട്ടറി KS സുരേഷ്, ഖജാൻജി KR സേതുരാമൻ, വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, മുൻ സെക്രട്ടറി T ദേവരാജൻ, ജിസോ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി പ്രതാപൻ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. തട്ടുകടയിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം പാവങ്ങൾക്കായി പങ്കുവയ്ക്കുന്ന ചേർത്തല സ്വദേശിയായ സുരേഷും കുടുംബവും നാടിന് മാതൃകയാവുന്നു. ഓണത്തിന് 250-ലേറെ പേർക്ക് 5 കിലോ അരി വീതം നൽകിയ സുരേഷ് ക്രിസ്മസിന് നൽകിയത് 500-ലേറെ കേക്കുകൾ. തട്ടുകട നടത്തിക്കിട്ടിയ ഒരു വിഹിതം ആഘോഷ ദിനങ്ങളിൽ പാവങ്ങൾക്ക് മാറ്റിവെച്ച് ചേർത്തല നഗരസഭ 18-ാം വാർഡിൽ വെളിയിൽ വീട്ടിൽ സുരേഷും കുടുംബവും. ദേശീയപാതയിൽ ചേർത്തല എക്സ്റേ ജംഗ്ഷന് തെക്കുവശം സുബി ടീ സ്റ്റോൾ ഉടമയായ സുരേഷ് കഴിഞ്ഞ 7 വർഷമായി ഓണം, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷ ദിനങ്ങളിൽ തൻ്റെ തട്ടുകടയിലെ ലാഭം, അതിൻ്റെ വരുമാനം, അതിൻ്റെ ഒരു ഭാഗമാണ് പാവങ്ങൾക്കായി മാറ്റിവെക്കുന്നത്. ഈ ക്രിസ്മസിന് 500 കേക്കുകളാണ് കടയിലെത്തിയ പാവങ്ങൾക്ക് നൽകിയത്. ശിശുക്ഷേമ സമിതി ജില്ലാ ട്രഷറർ KP പ്രതാപൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സുരേഷിൻ്റെ കട നടത്തി ഉണ്ടാകുന്ന ലാഭം, ഒരു തട്ടുകടയാണിത്,
ആ ലാഭത്തിലെ ഒരു പങ്ക് തൻ്റെ സമൂഹത്തിലെ ജനവിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ചും പാവപ്പെട്ട നിർധനരായിട്ടുള്ള ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു കൈത്താങ്ങായി ആ ലാഭത്തിൽ നിന്നൊരു തുക ചെലവഴിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം എത്രയോ ധനവാന്മാരായിട്ടുള്ള അല്ലെങ്കിൽ വലിയ കച്ചവടക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മനോഭാവം സുരേഷ് പ്രകടിപ്പിക്കുക, അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇങ്ങനെ കൊടുക്കുന്നത്, ഇത് ഒരു വലിയ എന്താ പറയേണ്ട, മറ്റുള്ളവരൊരു പാഠമാക്കേണ്ട ഒരു കാര്യമാണ്. മുനിസിപ്പൽ കൗൺസിലർമാരായ KP പ്രതാപൻ, സീമ ഷിബു തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം പാവങ്ങൾക്കായി മാറ്റിവെക്കുന്ന ശീലം ഏറെ നാളായി തുടരുകയാണെന്ന് സുരേഷ് പറഞ്ഞു. ഇപ്പോൾ 7 കൊല്ലമായിട്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് തുടർന്നിരിക്കുന്നതാണ്. പിന്നെ ഓണത്തിന് അരിയും പച്ചക്കറിയും കൊടുക്കുന്നുണ്ട്. സ്കൂൾ തുറക്കുന്ന സമയത്ത് പിള്ളേർക്ക് വിദ്യാഭ്യാസം സഹായം ചെയ്യുന്നുണ്ട്. കിടപ്പ് രോഗികൾക്ക് മരുന്ന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാലാകാലങ്ങളായിട്ട്. ഇതെല്ലാം ഇതിൽ നിന്നുള്ള ഈ കച്ചവടത്തിൽ നിന്നുള്ള ലാഭവിഹിതം മാത്രമാണ്. അല്ലാതെ മറ്റുള്ള ആരുടെയും കയ്യിൽ നിന്നും ഒന്നും വാങ്ങിക്കുകയോ മറ്റുള്ള ഫണ്ടുകൾ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. ഇത് കാലാകാലങ്ങളിൽ ഇനിയും തുടർന്നു പോകണമെന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് ഇനിയുള്ളത്. അതിന് എല്ലാ ആൾക്കാരുടെ സഹായവും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും വേണം. കാരണം ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെയായിരുന്നു. കാരണം ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് വളർന്നിട്ടാണ് ഇങ്ങനെ ആയി വന്നത്. കാരണം അന്നൊക്കെ ഒരു കേക്ക് വേണമെങ്കിൽ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടാണ് കേക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ആ ഒരു സാഹചര്യം, വളർന്ന സാഹചര്യമാണ് എന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് അതിനുള്ള പ്രചോദനം നൽകിയത്. കിടപ്പിൽ ചാരിറ്റാവും ഞങ്ങൾ സാന്ത്വനത്തിലേക്കും എല്ലാ മുനിസിപ്പാലിറ്റിയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാത്തവർക്ക് മരുന്ന് വാങ്ങിക്കണം. ടി പെൻഷനിൽ ജീവൻ ദാന മെഡിക്കൽ സ്റ്റോറായിട്ട് ടൈപ്പായിട്ട് അവിടെ പോയി മരുന്ന് മേടിക്കുന്നുണ്ട്. അതിൻ്റെ പൈസയൊക്കെ ഞാൻ തന്നെ കൊടുക്കും. കഴിഞ്ഞ ഓണത്തിന് 253 പേർക്ക് 5 കിലോ അരി വീതം വിതരണം ചെയ്തു. ഇതുമാത്രമല്ല, സുരേഷിൻ്റെ സാമൂഹ്യ സേവനങ്ങൾ സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ് ഉൾപ്പെടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. ഈ അധ്യയന വർഷം ആരംഭത്തിൽ 200-ൽ പരം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങി നൽകും. ഇതിനായി ഒരു മെഡിക്കൽ സ്റ്റോറുകാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രോഗി അവിടെ ചീട്ട് കാണിച്ചാൽ മരുന്ന് നൽകും. പിന്നീട് സുരേഷ് ബില്ലടയ്ക്കും. കിടപ്പ് രോഗികൾക്ക് ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു വരുന്നു. ഭാര്യ ബിന്ദു, മകൾ സുബി എന്നിവരും പിന്തുണയുമായി ഒപ്പമുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല നഗരത്തിലെ അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെയുള്ള നടപടികൾ ആരംഭിച്ചു. ചേർത്തല പടയണി പാലത്തിന് തെക്ക് വശത്തുള്ള 5 സ്ഥാപനങ്ങൾ ചൊവ്വാഴ്ച പുലർച്ചെ നഗരസഭാ അധികൃതർ പോലീസിൻ്റെ സഹായത്തോടെ പൊളിച്ചുമാറ്റി. പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നടപടി തുടരുമെന്ന് മുനിസിപ്പൽ സെക്രട്ടറി. ചേർത്തല നഗരത്തിലെ അനധികൃത സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കാൻ നഗരസഭാ അധികൃതർ നടപടികൾ ആരംഭിച്ചു. ചേർത്തല സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്ത് AS കനാലിന് കിഴക്കേക്കരയിൽ പ്രവർത്തിച്ചിരുന്ന 5ഓളം സ്ഥാപനങ്ങളാണ് അനധികൃതമാണെന്ന് ആരോപിച്ച് പൊളിച്ചു നീക്കിയത്. സുഗന്ധവ്യഞ്ജന വിൽപ്പനശാല, ഗോൾഡ് കവറിംഗ് സ്ഥാപനം, പച്ചക്കറി പലചരക്ക് വിൽപ്പനശാല, ഹാർഡ്വെയർ, ചായക്കട എന്നീ ചെറിയ സ്ഥാപനങ്ങളാണ് നഗരസഭാ അധികൃതർ പോലീസിൻ്റെ സഹായത്തോടെ പൊളിച്ചുമാറ്റിയത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു നടപടി. പ്രതിഷേധിച്ച വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി C. പ്രസാദ്, രാജു, വിനീത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ക്ലീൻ സിറ്റി മാനേജർ S. സുദീപിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. നോട്ടീസ് കൊടുക്കണം, നിയമപരമായിട്ട് അതാണ് വേണ്ടത്. നോട്ടീസ് കൊടുത്തിട്ടാണ് വേണ്ടത് ആണെന്ന് അത് മുനിസിപ്പാലിറ്റി നോക്കുന്നേ. മുനിസിപ്പാലിറ്റി ഉണ്ടെന്ന് അല്ല, ഞങ്ങളുടെ കയ്യിലുള്ള സാധനം ഞങ്ങൾ കാണിക്കേണ്ടടുത്ത് കാണിക്കാം. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. കനാൽക്കരകളിൽ അനധികൃതമായി നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചതെന്നും മുനിസിപ്പൽ സെക്രട്ടറി TK സുജിത്ത് അറിയിച്ചു. അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി തുടരുമെന്നും മുനിസിപ്പൽ സെക്രട്ടറിയുടെ അറിയിപ്പിൽ പറയും. അന്യായമായ നടപടിക്കെതിരെ വ്യാഴാഴ്ച മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്ന് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ നേതാക്കളും അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. സുഹൃത്തുക്കൾക്കൊപ്പം ആറ്റിൽ കുളിക്കാനിറങ്ങിയ 6ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ആലപ്പുഴ സ്വദേശി സനീറിൻ്റെ മകൻ മാഹിനാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം ആറ്റിൽ കുളിക്കാനിറങ്ങിയ +1 വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ആലപ്പുഴ സക്കറിയ ബസാർ വട്ടപ്പള്ളി പുത്തൻപറമ്പിൽ സനീർ നസ്രത്ത് ദമ്പതികളുടെ മകൻ 17 വയസ്സുള്ള മാഹിനാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് കഞ്ഞിപ്പാടം പൂക്കായിതയാറ്റിലായിരുന്നു അപകടം.
4 സുഹൃത്തുക്കൾക്കൊപ്പം വൈകിട്ട് 5:30 മാഹിൻ കഞ്ഞിപ്പാടത്തെത്തിയത്. മാഹിനും മറ്റൊരു സുഹൃത്തുമാണ് കുളിക്കാനിറങ്ങിയത്. ഇതിനിടെ മാഹിൻ ആറ്റിൽ മുങ്ങിത്താഴുകയായിരുന്നു. വിവരമറിഞ്ഞ തകഴിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും സ്കൂബ സംഘവും നടത്തിയ തെരച്ചിലിനൊടുവിൽ രാത്രി 7:45 മൃതദേഹം കണ്ടെടുത്തു. ആലപ്പുഴ ലജനത്ത് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. സിദ്ദിഖ് സഹോദരനാണ്. ടൈം ന്യൂസ് ആലപ്പുഴ. കയർ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കയർ തൊഴിലാളി ഫെഡറേഷൻ INTUC പ്രക്ഷോഭത്തിലേക്ക്. ചേർത്തലയിൽ നടന്ന കയർ പട്ടിണി സമരത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. കയർ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക തീർത്ത് നൽകുക, കയർ മേഖലയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കയർ തൊഴിലാളി ഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ കയർ പട്ടിണി സമരം സംഘടിപ്പിച്ചു. ചേർത്തല കയർ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിലായിരുന്നു സമരം നടത്തിയത്. ലേബർ യൂണിയൻ രക്ഷാധികാരി അഡ്വക്കേറ്റ് CD ശങ്കർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് N സുമന്ത്രൻ അധ്യക്ഷത വഹിച്ചു. INTUC റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് G സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ തൊഴിലാളികൾ ഇവിടെ ചെറുകിട വ്യവസായം നടത്തിക്കൊണ്ടിരുന്നത് ചകിരി കണ്ടെത്തിയാണ്. ആ ഒരു തൊഴിൽ സംരക്ഷിക്കാനുള്ള ബാധ്യത കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനില്ലേ? ഇതൊരു പരമ്പരാഗത വ്യവസായമല്ല. ഈ വ്യവസായം സംരക്ഷിക്കണ്ടേ? അതോ അത് അത്രയും തൊഴിലാളികളെ പട്ടിണിക്കിടുകയാണ് ചെയ്യുന്നത്? അപ്പൊ ഇത്തരത്തിൽ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ തൊഴിൽ മേഖലയെ ആകെ തകർക്കുന്ന സമീപനമാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. DCC സെക്രട്ടറി സജി കുര്യാക്കോസ്, K ദേവരാജൻപിള്ള, P രഞ്ജിത്ത് ചെങ്ങണ്ട, KV അംബുജാക്ഷി, വിശ്വംഭരംപിള്ള, വാസവൻ, G ഹരികുമാർ, ചൗരിക്കുട്ടി, വിജയചന്ദ്രൻ, കാർത്തികേയൻ, KR രൂപേഷ്, PO ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലേക്ക് ചേർത്തല പോലീസിൻ്റെ വകയായുള്ള ചെറുപ്പ് മഹോത്സവം വർണ്ണാഭമായി. പോലീസ് സേനാംഗങ്ങളും കുടുംബാംഗങ്ങളും പ്രദേശവാസികളും അടക്കം നിരവധി പേർ ചെറുപ്പ് മഹോത്സവത്തിൽ പങ്കെടുത്തു. ചേർത്തല പോലീസിൻ്റെ വകയായുള്ള ഇക്കൊല്ലത്തെ ചെറുപ്പ് മഹോത്സവം വർണ്ണാഭമായി. കളഭം, അറിയിപ്പ് മേളം, അന്നദാനം, വാദ്യമേളം, താലപ്പൊലിയുടെ അകമ്പടിയോടെ തേങ്ങയേറ് ഘോഷയാത്ര, ദീപാരാധന, വെടിക്കെട്ട് എന്നിവ ഒരുക്കിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഭജനയും ദീപാലങ്കാരവും ഒരുക്കിയിരുന്നു. ASP ഹരീഷ് ജെയിൻ IPS, SI മാരായ S സുരേഷ്, KP അനിൽകുമാർ, ട്രാഫിക് SI K രാജേന്ദ്രൻ, PRO സജിമോൻ, CRO KP അനിൽകുമാർ, റൈറ്റർ അഭിലാഷ്, പോലീസിലെ സ്വാമി എന്നറിയപ്പെടുന്ന സാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ചേർത്തല. തണ്ണീർമുക്കം ചാലിനാരായണപുരം ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. 5-ാം ദിവസം നടന്ന രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രം. തണ്ണീർമുക്കം ചാലിനാരായണപുരം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തജനങ്ങളാണ് രുക്മിണി സ്വയംവര ഘോഷയാത്രയിലും മറ്റും പങ്കെടുത്തത്. തണ്ണീർമുക്കം കണ്ടംകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര ആരംഭിച്ചത്. ക്ഷേത്രത്തിനു മുന്നിൽ രുക്മിണി സ്വയംവര ഘോഷയാത്രയെ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. പ്രസിഡന്റ് ED മഹിധരൻ, വൈസ് പ്രസിഡന്റ് സജീവ് S, ജനറൽ കൺവീനർ സുമാദേവി S, തണ്ണീർമുക്കം ശിവശങ്കരൻ, ശശിധരൻ S അറയ്ക്കൽ, പ്രസാദ് പേരേച്ചിറ, യജ്ഞാചാര്യൻ ജഗന്നാഥ ശർമ്മ പുലിമുഖം എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. ഞാൻ ആദ്യമായി ഇവിടെ സപ്താഹം നടത്താൻ എത്തുന്നത്.
2019 ഇതേപോലെ പ്രതിഷേധ നീണ്ടു നിൽക്കുന്ന സദസ്സിലേക്ക് നമ്മൾ ചോദ്യം ചോദിച്ചു അന്ന്. ആ ചോദ്യമാണ് ഇപ്പോഴും ചോദിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം ആ ചോദ്യം എന്താകുമെന്ന് അല്ലേ? എല്ലാവർക്കും അറിയോ? അറിയില്ല. 2019 നമ്മൾ ചോദിച്ച ചോദ്യം അടുത്ത വർഷം ശിവപുരാണം നടത്താൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു. 2019 20 മാസം ശിവപുരാണം നമുക്ക് ആഘോഷത്തോടെ നടത്താൻ പറ്റി. 23 ജൂലൈ 2020 അതിന്റെ സമർപ്പണം നടന്നു. അതിന് 11 ദിവസം മുമ്പ് ആരംഭിച്ചു. അങ്ങനെയാണ് ശിവപുരാണം നമ്മൾ നടത്തിയത്. രുക്മിണി സ്വയംവരത്തോടനുബന്ധിച്ച് സ്വയംവര സദ്യയും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയെ അനുസ്മരിച്ച് ലോകം ക്രിസ്മസ് ആഘോഷത്തിൻ്റെ നിറവിൽ. സ്നേഹവും സൗഹൃദവും സമാധാനവും പങ്കുവച്ച നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ കേരളോത്സവം ഡിസംബർ 26 മുതൽ 29 വരെ അമ്പലപ്പുഴയിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിന് വിപുലമായ ഒരുക്കങ്ങൾ. ഡിസംബർ 28 ബീച്ച് ഫെസ്റ്റ് ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം. ചേർത്തല അർത്തുങ്കലിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് പ്രതി പിടിയിൽ. ചേർത്തല തെക്ക് പഞ്ചായത്ത് സ്വദേശി ശ്രീകാന്തിൽ നിന്നും 2 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ കണ്ണൂർ സ്വദേശി 34 വയസ്സുള്ള ഷമാനാണ് അർത്തുങ്കൽ പോലീസിന്റെ പിടിയിലായത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾക്ക് തട്ടിപ്പ് കേസിൽ ബന്ധമുണ്ടെന്ന് പോലീസ്. ചേർത്തല നഗരത്തിലെ അനധികൃത സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കാൻ നഗരസഭാ അധികൃതർ നടപടികൾ ആരംഭിച്ചു. പടയണി പാലത്തിന് തെക്ക് വശത്ത് പ്രവർത്തിച്ചിരുന്ന 5ഓളം സ്ഥാപനങ്ങൾ അനധികൃതമാണെന്ന് ആരോപിച്ച് പൊളിച്ചു നീക്കി. പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടി തുടരുമെന്ന് മുനിസിപ്പൽ സെക്രട്ടറി. മുഴുവൻ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നമസ്കാരം.